കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ APY അഥവാ അടൽ പെൻഷൻ യോജന പദ്ധതിയെപ്പറ്റി ലോക്സഭയിൽ നടത്തിയ ചില പരാമർശങ്ങൾ ശ്രദ്ധേയമാവുകയാണ്. രാജ്യത്തുടനീളം പദ്ധതിയുടെ ജനപ്രീതി തുടർച്ചയായി വർദ്ധിച്ചു വരികയാണ്. ഈ കഴിഞ്ഞ ദിവസമാണ് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ APY അഥവാ അടൽ പെൻഷൻ യോജന പദ്ധതിയെപ്പറ്റി ലോക്സഭയിൽ പരാമർശങ്ങൾ നടത്തിയത്. അത് വളരെയധികം ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു. രാജ്യത്തുടനീളം അടൽ പെൻഷൻ യോജനയുടെ ജനപ്രീതി തുടർച്ചയായി വർദ്ധിച്ചു വരികയാണ്. 2025 ഒക്ടോബർ 31 വരെയുള്ള കണക്കുകൾ പ്രകാരം 8.34 കോടിയിലധികം ആളുകളാണ് പദ്ധതിയുടെ ഭാഗമായത്. ഇതിൽ 4.04 കോടി പേർ സ്ത്രീകളാണ്. സാധാരണക്കാർക്കിടയിൽ ഏറ്റവും ജനപ്രിയ സർക്കാർ നിക്ഷേപ പദ്ധതികളിലൊന്നായി APY മാറിക്കൊണ്ടിരിക്കുകയാണ്. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ, ചെറുകിട വ്യാപാരികൾ, വീട്ടുജോലിക്കാർ, താഴ്ന്ന വരുമാനക്കാരായ വിഭാഗത്തിൽ നിന്നുള്ളവർ എന്നിങ്ങനെയാണ് പോകുന്ന പദ്ധതിയുടെ ഉപഭോക്തൃ ലിസ്റ്റ്. 2015 മെയ് 9 കേന്ദ്ര സർക്കാർ അടൽ പെൻഷൻ യോജന ആരംഭിച്ചത്. സാധാരണ ജനങ്ങൾക്കായി വാർദ്ധക്യത്തിൽ സ്ഥിര പെൻഷൻ ഉറപ്പാക്കുക എന്ന ലക്ഷ്യമാണ് പദ്ധതിക്കുള്ളത്. മറ്റൊരു തരത്തിലുള്ള പെൻഷൻ ക്രമീകരണമില്ലാത്തവർക്ക് വേണ്ടിയാണ് ഈ പദ്ധതി പ്രത്യേകമായും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 18നും 40നും ഇടയിൽ പ്രായമുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും ബാങ്കുകൾ വഴിയോ പോസ്റ്റ് ഓഫീസ് വഴിയോ ഈ പദ്ധതിയിൽ അംഗമാകാം. 60 വയസ്സാണ് പെൻഷനുള്ള യോഗ്യത. പദ്ധതിയിൽ അംഗമായ ആദ്യ ബാച്ചിന് 2035 മുതൽ പെൻഷൻ ലഭിച്ചു തുടങ്ങും. കേന്ദ്ര സർക്കാരിന്റെ സ്വപ്ന പദ്ധതികളിൽ ഒന്നാണിത്. പദ്ധതിയുടെ ഉന്നമനത്തിനായി PFRDAയും കേന്ദ്ര സർക്കാരും മുൻകൈയെടുക്കും. 13 ഭാഷകളിലുള്ള ബ്രോഷറുകൾ മുതൽ ബാങ്ക് കറസ്പോണ്ടന്റുകൾ, സ്വയം സഹായ ഗ്രൂപ്പിലെ സ്ത്രീകൾ, ബാങ്ക് ഏജന്റുമാർ, ഗ്രാമീണ തലത്തിലുള്ള തൊഴിലാളികൾ എന്നിവർക്ക് നൽകുന്ന വെർച്വൽ പരിശീലനം വരെ പദ്ധതിയുടെ പ്രാധാന്യം വ്യക്തമാക്കുന്നതാണ്. നബാർഡ്, NRLM, NCFO തുടങ്ങിയ സ്ഥാപനങ്ങളും APY ബോധവൽക്കരണ ക്യാമ്പുകളിൽ സജീവമാണ്. പോസ്റ്റ് ഓഫീസാണ് പദ്ധതിയുടെ നേട്ടങ്ങളിൽ വലിയ പങ്കു വഹിക്കുന്നത്. ഗ്രാമപ്രദേശങ്ങളിൽ പദ്ധതിയുടെ വ്യാപനത്തിന് കാരണവും പോസ്റ്റ് ഓഫീസാണ്. 2022 ഒക്ടോബർ 1 ശേഷം ആദായ നികുതി അടയ്ക്കാത്തവർക്ക് മാത്രമേ പദ്ധതിയിൽ അംഗമാകാൻ കഴിയൂ. അതായത് ആദായ നികുതി അടയ്ക്കുന്നവർ പദ്ധതി പ്രയോജനപ്പെടുത്താൻ യോഗ്യരല്ല. താഴ്ന്ന വരുമാനമുള്ള ജനങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കുക എന്ന വലിയ ലക്ഷ്യമാണ് പദ്ധതിക്കുള്ളത്. പദ്ധതിയുടെ ഏറ്റവും കുറഞ്ഞ നിക്ഷേപ കാലയളവ് 20 വർഷമായും നിശ്ചയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.